എന്തായാലും തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് എന്തായാലും 10 ഗുണം 10 ഗുണം ഇവിടെ നിന്ന് ഇറങ്ങി പോവില്ല ഒരിക്കലും. സിനിമയുടെ ചോറ് തിന്നിട്ടുള്ള തലമുറകൾ അവരുടെ മക്കളെല്ലാം സിനിമയിൽ തന്നെ വരും, കലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. അപ്പോ എന്തായാലും ഇവര് തന്നെ തീരുമാനിച്ചു. അതിനുശേഷം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് ഈ കേരള പോലീസിന് വേണ്ടിയിട്ടായിരുന്നു, ഡ്രഗ്സിനെതിരായിട്ട്. അത് ഞാനൊരു ഡോക്ടറായിട്ടായിരുന്നു. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് അഭിനയിച്ചത് ബാദുഷയുടെ മകനായിരുന്നു. അപ്പൊ അതിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ്, വളരെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ സ്വന്തം അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അവൻ ബോധം വന്നു കഴിഞ്ഞപ്പോഴാണ് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്. അത് വളരെ മനോഹരമായിട്ട് ബാദുഷയുടെ മകൻ അഭിനയിക്കുകയും, പക്ഷെ അദ്ദേഹം എ.ആർ. റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ചെന്നൈയില് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയി ചെയ്തു. അവിടെ സെലക്ഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എ.ആർ. റഹ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മൾട്ടി ടാലന്റഡ് ആണ്, മ്യൂസിക്കും എല്ലാം ചേർന്നിട്ട്. ആരും വിചാരിക്കരുത് എന്റെ മകൻ ഞാൻ തന്നെ ആദ്യം വന്ന് തള്ളിക്കയറ്റിയതാണെന്ന് ഇവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് അവൻ അവസാനമാണ് ഇതിലേക്ക് വന്നത്, പ്രൊജക്റ്റിലേക്ക്. അവനെ കുറിച്ച് പറഞ്ഞാൽ നാടകമാണ് മേഖല. സ്കൂൾ യുവജനോത്സവത്തിൽ രാജഗിരിയെ പ്രതികരിച്ച് ബെസ്റ്റ് ആക്ടറിനെ കിട്ടിയിട്ടുണ്ട്. അതിനും ഇതുപോലെ തന്നെ ഇപ്പൊ രാജഗിരിയുടെ ബാൻഡിൽ ഗിറ്റാറിസ്റ്റുമാണ്. അപ്പൊ എങ്ങനെ പോയാലും പുതിയ തലമുറ നാലുകാലിൽ വീഴും, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പച്ച പിടിച്ചോളൂ, അല്ലെങ്കിൽ ആരും സംശയിക്കും. അപ്പൊ മനോഹരം ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം പ്രസംഗിച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രാഗിക്കൊണ്ടിരിക്കും, ഇയാളെന്താ നിർത്താതെന്നിരിക്കും. വളരെ മനോഹരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് പൂജ. സാധാരണ തോണിസുണ്ടികളുടെ പള്ളിയുടെ മുമ്പിലും വല്ലാർപാടത്തൊക്കെയാണ് തിരി എത്തിക്കുന്നത്. തിരി കത്തിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കേട്ടത് പഞ്ചവാക്യം. ഇത് എന്ത് രീതിയാണെന്നുള്ള എനിക്ക് എടുത്തപ്പോഴും കിട്ടിയിട്ടില്ല. എന്തായാലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് സിനിമ. ഇവിടെ ജാതിയോ മതമോ വർഗീയതയോ ഒന്നുമില്ല. അപ്പൊ എല്ലാം കൂടി ചേർന്നൊരു മനോഹരമായ പൂജയാണ് നടന്നത്. തീർച്ചയായിട്ടും ഇത് എത്തേണ്ട സ്ഥലത്ത് ഈ സിനിമ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും, കാരണം ഞാൻ അമ്മയുടെ ഓഫീസിൽ ഇപ്പം മറ്റന്നാൾ ഞങ്ങൾ ജനറൽ ബോഡിയാണ്, നേതൃത്വ നിലയിൽ 7-8 വർഷമായിട്ട് ഞാനുണ്ട് അമ്മയുടെ. അപ്പൊ അവിടെ ഞാനൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, ഇന്നസെന്റ് ഏട്ടന്റെ കട്ടൗട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഇന്നസെന്റ് ഏട്ടനെയാണ് ഓർക്കുന്നത്. അപ്പൊ ഇന്നസെന്റ് ഏട്ടനെ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഇന്നസെന്റിനെ കാണുമ്പോൾ എന്തോ നിമിത്തം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തലമുറ ലെഗസി കൈമാറുകയാണ്. അതിന് വേണ്ടത് നിങ്ങളെപ്പോലെ ഓഡിയൻസ് തന്നെയാണ്. സാധാരണ നാളത്ത് നടക്കുമ്പോൾ മുഴുവൻ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. സാധാരണ നാട്ടുകാരൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. സാധാരണക്കാരാണ് സിനിമ വിജയിപ്പിക്കേണ്ടത്. അപ്പോ നിങ്ങളുടെ സാന്നിധ്യം തിയേറ്ററിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മളിത് തുടങ്ങാൻ പോവുകയാണ്. അതിന് എല്ലാവിധ സപ്പോർട്ടുകളും എന്റെ ഭാഗത്തുനിന്ന്. മലയാള സിനിമയില് ഒരു സിനിമ പോലും ബാദുഷ അറിയാതെ പോകാറില്ല. അപ്പൊ ബാദുഷയുടെ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കണ്ട, കാരണം സ്വന്തം പോലല്ലേ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഒരാളും കൂടി ഉണ്ട് ബാദുഷയ്ക്ക്. ആ ആളെ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നില്ല. കാരണം വളരെ ടാലന്റ്, ഒറ്റക്ക് പോയിട്ട് മത്സരിച്ചിട്ട് വിയറ്റ്നാമിൽ പോയിട്ട് കോൺടെസ്റ്റില് ഫാഷൻ ഷോയിൽ പങ്കെടുത്തിട്ട് വന്നത്. വിയറ്റ്നാമിലല്ലേ? ഗോവയിൽ പോയി. ഇനി വിയറ്റ്നാമിൽ പോകുന്നു. ഒറ്റക്കാണ് പുള്ളിക്കാരി പോയി ഓഡീഷന് പങ്കെടുക്കുന്നത്. ഞാൻ തന്നെ അറിയുന്നത് ബാദുഷയുടെ മോളെന്ന് പറഞ്ഞപ്പോ ഇവര് അന്ന് അവിടെ കോമ്പറ്റീഷൻ നടക്കുമ്പോ എനിക്കതൊന്നും അറിയാൻ പാടില്ല. എന്തോ ഓഡീഷനൊക്കെ പോയിട്ട് അവിടെ കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് വേദിയില് വളരെ പ്രമുഖരായവരുടെ മുമ്പിൽ വളരെ കൂളായിട്ട് ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ മനസ്സിലായി ആദ്യം വരേണ്ടത് സിനിമയിലേക്ക് മോളാണെങ്കിലും ആദ്യം നടക്കുന്നത് നിനക്കാണ്. സിനിമ അങ്ങനെയാണ്, ലക്ക് ആർക്കാണ് വന്ന് വീണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ടാലൻസ് ഇതിലേക്ക് വരുന്നുണ്ട്. ഇതില് ഒരുപാട് ടാലൻസ്, അവരെല്ലാം സിനിമയുടെ നിറസാന്നിധ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും മകളുടെയും ഓഡിഷൻ ചെയ്യും അല്ലേ ബാദുഷയുടെ മോള്? ഈ കുട്ടിനെ കുറിച്ച് മോള് ടോണിയായിരുന്നു. ഓക്കെ. എന്റെ മക്കളും ഇവരൊക്കെ അറിയാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ എറണാകുളത്ത് കിടക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അറിയാൻ പാടില്ല. സോറി. ടോണിയുടെ മകൾ കൊണ്ട് മെലിഞ്ഞ സുന്ദരി എന്ന കഥാപാത്രം ഉണ്ടല്ലേ, അല്ലേ? അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഇനി തടിയച്ചു പോയിരുന്നില്ല, ക്യാരക്ടർ പോകും. അപ്പൊ എല്ലാവർക്കും നല്ല ആശംസകൾ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ടാലൻസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിന് നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീകുമാരുടെ ഇവന്റെ പാട്ട് കൊണ്ട് രക്ഷപ്പെട്ടത് ഫഹദാണ്. കാരണം ആവേശത്തില് ഫഹദ് ഒരു റീൽ ചെയ്യുന്നുണ്ട്, കരിങ്കാളിയല്ലേ എന്നുള്ളത്. അത് ഇവനാണ് പാടിയത്. പക്ഷെ അതുകൊണ്ട് ഗുണം ചെയ്തത് ഫഹദാണ്. ഞങ്ങളുടെ കോമഡി ഉത്സവത്തിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അഭിനയ രംഗത്തേക്ക് കിടക്കുകയാണ്. എല്ലാ അഭിനയ രംഗത്താണ് ഞങ്ങളുടെ കഞ്ഞിയിൽ പാട്ടിടാൻ വേണ്ടിയിട്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലനാണ്. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് അച്ഛാ. എല്ലാ ഇത് പ്രാർത്ഥനകളും വേണം. താങ്ക് യു.